യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് ലോട്ടറി നിഷിദ്ധമാണ്, നിങ്ങൾക്ക് മദ്യം നിഷിദ്ധമാണ്. ലഹരി ഖംറ് എന്ന പദം, പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച ഖംറ് എന്ന പദം വെറും ഒരു കള്ള് എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഖംറ് എന്ന പദം ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഏതൊക്കെ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളുണ്ടോ, ബുദ്ധിയെ മരവിപ്പിക്കുന്ന എന്തെല്ലാം ലഹരികളുണ്ടോ, സകല ലഹരി വസ്തുക്കളെയും അതേ തുടച്ചു മാറ്റിക്കൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ ആശയം നോക്കൂ നിങ്ങൾ. നിങ്ങൾക്ക് എല്ലാ ലഹരി വസ്തുക്കളും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അത് ശരീരത്തിൽ കുത്തിവെക്കുന്നതാകാം, അത് ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന ഇഞ്ചക്ട് ചെയ്യുന്ന പിന്നെ ലഹരി വസ്തുക്കളാവാം. അതേപോലെ സിഗരറ്റ് പോലെ ബീഡി പോലെ വലിച്ച് ശരീരത്തിലേക്ക് വലിച്ചുപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അതുപോലെയുള്ള പുകയിലൂടെ പിന്നെ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളാവാം. അതല്ല, തന്റെ ശരീരത്തിൽ ചെറിയ ചെറിയ മണൽത്തരികളെ പോലെ പൊടി പോലെ ഉപയോഗിക്കുന്നവയാവാം, സ്റ്റിക്കറായി ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളാവാം. എന്തെല്ലാം ലഹരികളുണ്ടോ, അത് പുകയിലയായി പുകവലിയായി ഏത് രൂപത്തിലുള്ള ലഹരി വസ്തുക്കളാണെങ്കിലും ശരി, കുല്ലു ഖംറിൻ ഹറാമുൻ, എല്ലാ ഖംറും എല്ലാ ലഹരിയും നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് ഇസ്ലാം മുന്നോട്ട് വെച്ച ആശയം. സഹോദരങ്ങളെ, അതുകൊണ്ട് സകല ലഹരി വസ്തുക്കളെയും ഇസ്ലാം തുടച്ചു മാറ്റുകയാണ്. ഈ ആയത്ത്, ഈ വചനം ആ ജനതയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട അന്ന് മദീന മാറുന്നത്, മദീനയിലെ ജനങ്ങൾ മദ്യത്തിന്റെ പീപ്പകളെ തച്ചുടക്കുന്നത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ചരിത്രമാണെങ്കിൽ സഹോദരങ്ങളെ, ആ ഖുർആൻ ആ ജനതയെ മാറ്റിയ രംഗം പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നുണ്ട്. അത്ര മനോഹരമാണ് സിദ്ധാവിന്റെ ഉപദേശങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ മടങ്ങിവ, ഖുർആനിലേക്ക് മടങ്ങിവ. നമ്മുടെ മക്കൾക്ക് നല്ല വൈജ്ഞാനികമായി മതവിദ്യാഭ്യാസത്തെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. എന്റെ മകൻ ഡോക്ടർ ആവണം, എന്റെ മകൻ എഞ്ചിനീയർ ആവണം, എന്റെ മകൻ അതേ വിദ്യാഭ്യാസ രംഗത്ത് നാട്ടിൽ അറിയപ്പെട്ട് നിൽക്കുന്ന ഉന്നതിയുള്ള നല്ല ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തിയായി എന്റെ മകൻ മാറണമെന്ന് ചിന്തിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ അതിന്റെ കൂടെ എന്റെ മകൻ ധാർമ്മികതയുള്ളവനാകണം, എന്റെ മകൻ സദാചാര ബോധമുള്ളവനാകണം, പാവപ്പെട്ടവന്റെ വേദന തിരിച്ചറിയുന്നവനാകണം. അതെ, മാതാപിതാക്കളെ പരിചരിക്കുന്ന ആശയം കൃത്യമായി സ്വീകരിക്കുന്നവരാകണം, പാവപ്പെട്ടവന്റെ വേദന എറിഞ്ഞ് സഹായിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമയാകണം എന്റെ മകനെന്ന് ചിന്തിക്കുന്നിടത്തേക്ക്, ഒരു തോന്നിവാസത്തിന്റെ ചിന്തകളിലേക്കും പോകാത്ത മകളെ വാർത്തെടുക്കാൻ എനിക്ക് കഴിയണം എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മൾ ഉയരണം. അവിടെയാണ് നമ്മുടെ വിജയം, അവിടെയാണ് നമ്മുടെ രക്ഷ, നമ്മുടെ കുടുംബത്തിന്റെ രക്ഷ, നാളെ പരലോകത്തെ രക്ഷ ഈ മേഖലയിലൂടെയാണ് നേടിയെടുക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു, നിങ്ങൾ മതപരമായ അറിവ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണം. അറിവില്ലാത്തതിന്റെ പേരിൽ ജീവിതത്തിൽ ഇല്ലായ്മ, അതെ ഈമാൻ നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറ ഇന്ന് നമ്മുടെ നാടുകളിലുണ്ട്. പലരും പറയാറുണ്ട്, ആ അറിയപ്പെടുന്ന കേസുകളിലൊക്കെ അതേ ലഹരി ഉപയോഗിച്ച് പിടിക്കപ്പെടുന്നവരിൽ കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൽ അതിൽ ഏറ്റവും കൂടുതൽ പേരുകൾ മുസ്ലിം നാമധാരികളുടെ പേരുകളാണെന്ന് പറയുന്നവരുണ്ട്. ആവാം, പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ചർച്ച ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ ഇവിടെ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ല. ഇന്ന് ലഹരി ഉപയോഗിക്കുന്നിടത്ത് എല്ലാവരും കണക്കാൻ സകല മനുഷ്യരും ഇന്നതിന്റെ ആഴങ്ങളിൽ നകപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അതെ, വാപ്പ കണ്ണു കുടിച്ചാൽ മക്കൾ MDMA ഉപയോഗിക്കും, വാപ്പ പുകവലിച്ചാൽ മക്കൾ പുകവലിക്കും, മക്കൾ ഹാൻസ് ഉപയോഗിക്കും, പാൻപരാക്ക് ഉപയോഗിക്കും. ഇന്ന് നമ്മുടെ കടകൾ, ഈ അങ്ങാടികളിൽ കച്ചവടം നടത്തുന്നവരോട്, നിങ്ങളുടെ കടകളിൽ സിഗരറ്റ് വിൽക്കുന്നവരാണോ? നിങ്ങളുടെ കടകളിൽ പുകയില വസ്തുക്കൾ നിങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടോ? ഉണ്ടോ പ്രിയമുള്ളവരെ? അതെ, ഗവൺമെന്റ് അറിയാതെ, നിയമപാലകർ അറിയാതെ കടകളിൽ സ്വകാര്യമായി വെച്ച് വിൽപ്പന നടത്തുന്ന പുകയില വസ്തുക്കളെ, വിൽപ്പന നടത്തുന്ന ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് ചോദിക്കട്ടെ, സിഗരറ്റ് പോലും വിൽക്കുന്നവരോട് ചോദിക്കട്ടെ, നാട്ടിലെ വഴിപിഴച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ സംബന്ധിച്ച് ധാർമ്മികത ചർച്ച ചെയ്യുന്ന കടത്തിണ്ടകളിൽ നിന്ന് ധാർമ്മികത ചർച്ച ചെയ്യുന്ന പ്രായം ചെന്നവരോട് ചോദിക്കുകയാണ് ഞാൻ. പുകവലിക്കുന്നവരോടും അത് വിൽപ്പന നടത്തുന്നവരോടും ഒക്കെ ചോദിക്കട്ടെ, എന്തവകാശമുണ്ട് ധാർമ്മികതയെ കുറിച്ച് ചർച്ച ചെയ്യാൻ? എന്തധികാരമുണ്ട് നമുക്ക്
ധാർമ്മികതയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ. അതുകൊണ്ട് കടകളിൽ നിന്ന് ആദ്യം സിഗരറ്റിന്റെ പാക്കറ്റ് അത് ഞാൻ വിൽപ്പന നടത്തില്ലെന്ന് പ്രതിജ്ഞയെടുക്കാൻ കഴിയുമോ നമുക്ക്? അവിടെയാണ് നമ്മുടെ രക്ഷ, അവിടെയാണ് ഈ തലമുറയുടെ രക്ഷ. അതിലേക്ക് മടങ്ങണം, അതിലേക്ക് മടങ്ങണം. ഇസ്ലാം അത് പഠിപ്പിക്കുന്നത് മദ്യം ഉപയോഗിക്കുന്നതിന്, ലഹരി ഉപയോഗിക്കുന്നതിന്, ലഹരി വസ്തുക്കളെ ഉപയോഗിക്കുന്നതിനെയും അത് വിതരണം ചെയ്യുന്നതിനെയും അത് വിൽപ്പന നടത്തുന്നതിനെയും ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. അതുകൊണ്ട് തിരിച്ചറിയുക, ഇസ്ലാമിന്റെ ആദർശത്തെ വ്യക്തമായി പഠിക്കുക. പരിഹാരം ഇവിടെ മാത്രമാണ്. വിജയത്തിന്റെ വഴി പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക മാത്രമാണ് പരിഹാരം. അതുകൊണ്ട് മക്കൾക്ക് മതം എന്തെന്ന് പഠിപ്പിക്ക്. നമ്മുടെ ജീവിതത്തിലും ആ മതബോധത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയണം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാർത്ഥി തലമുറ, വിസ്ഡം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ CRE എന്ന പേരിൽ ആഴ്ചയിൽ ഒരു ദിവസം മദ്രസ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ കുട്ടികൾ തുടർന്ന് ദീന് പഠിക്കാൻ തൗഫീഖില്ലാതെ, ദീന് പഠിക്കാൻ അവസരം കിട്ടാതെ, മതപരമായ അറിവ് നേടാൻ ചാൻസുകളില്ലാതെ ജീവിക്കുന്ന കുട്ടികൾക്ക്, അതെ, മതം പഠിക്കാനുള്ള ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെ മതപരമായി മോട്ടിവേഷൻ ചെയ്യുന്ന ഏറ്റവും നല്ല മതപഠന സംരംഭമുണ്ട്. ആഴ്ചയിലെ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ നിങ്ങളുടെ മക്കളെ വിസ്ഡം സ്റ്റുഡൻസിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? നിങ്ങൾ ഒരുക്കമാണോ? അതേ, ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും സച്ചരിതരായ സ്വഹാബത്തിന്റെ മാർഗത്തെയും ആ കുട്ടികളുടെ മനസ്സിലേക്ക് പതിപ്പിച്ച് വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ച് ഓർമ്മകൾ സമ്മാനിച്ച്, വരാനിരിക്കുന്ന വിചാരണയുടെ നാളുകളെ കുറിച്ച് അവരുടെ മനസ്സിൽ വിശ്വാസം ഉറപ്പിച്ച് ധാർമ്മികതയുള്ള ഒരു തലമുറയായി വാർത്തെടുക്കാൻ കഴിയുമെന്ന ഉറപ്പ് ഈ വേദിയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയും. കാരണം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ കൂടെ ചേർന്ന് ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട്, നാട്ടിൽ ഇലക്ഷനിൽ വർക്കിൽ വരാൻ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ എന്നതല്ല. നിങ്ങളുടെ മക്കളെ, നമ്മുടെ ജീവിതത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്ന പാകതയിലേക്ക് ഈ ലോകത്തിന് ആവശ്യമായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഉപദേശം പകർന്നു കൊടുക്കുന്നിടത്ത് ദൗത്യ നിർവഹണത്തിന്റെ വേദിയിലാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ വിദ്യാർത്ഥി വിഭാഗവും അതിന്റെ യുവതലമുറയും അതിന്റെ എല്ലാ മേഖലകളിലും സഹോദരങ്ങളെ ഇന്ന് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളുമായി വളരെ സുതാര്യമായ നിലക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏൽപ്പിച്ചോ വളരെ ഗൗരവത്തോടെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ സംഘടനാ പക്ഷപാതിത്വങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ഏൽപ്പിച്ചോ. CRE സംവിധാനങ്ങളുണ്ട്, ഏൽപ്പിച്ചു കൊടുത്തോ. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളുണ്ട്, അവിടെ വന്നിരുന്നോ. നിങ്ങൾക്കും ഉമ്മമാർക്കും ഒപ്പമാർക്കും പഠിക്കാം, മക്കൾക്കും പഠിക്കാം, എല്ലാവർക്കും ദീന് പഠിക്കാൻ പറ്റുന്ന അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വിശാലമായി തുറക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, അറിഞ്ഞില്ലെന്ന് പറയാൻ കഴിയില്ല, ഞങ്ങൾ കേട്ടില്ലെന്ന് പറയാൻ കഴിയില്ല, ഞങ്ങൾ ദീൻ അറിഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല എന്ന്, ഞങ്ങളുടെ മുന്നിൽ അങ്ങനെ സംവിധാനമില്ലായിരുന്നു എന്ന് പറയാൻ പഴുതുകളില്ലാത്ത രൂപത്തിൽ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ സംസാരത്തെ ഇവിടെ ചുരുക്കുമ്പോ, എന്റെ സംസാരത്തെ ഇവിടെ നിർത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ നൽകുന്ന ഉപദേശങ്ങൾ ഒട്ടനവധിയാണ്. മനുഷ്യന് സന്മാർഗം നൽകുന്ന ഖുർആനിന്റെ ഉപദേശങ്ങൾ ഒട്ടനവധിയാണ്. ഉദാഹരണത്തിന്, ഖുർആൻ ഉപദേശിക്കുന്ന ഉപദേശം നാടുകളിൽ ഒരു സിദ്ധാന്തങ്ങൾക്കും ഒരാശയങ്ങൾക്കും പഠിപ്പിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള മനോഹരമായ ഉപദേശത്തിലെ ഒറ്റ ഉപദേശം നിങ്ങളുടെ മുന്നിൽ നാം വെക്കാം. ഇന്ന് മാതാവിനെ മാതാവായി കാണാൻ കഴിയാത്ത മക്കളുടെ മുന്നിൽ ഈ ഉപദേശം പകർന്നു കൊടുക്കാൻ കഴിയുമോ? പിതാവിനെ പിതാവായി കാണാൻ കഴിയാത്ത തലമുറ വളരുമ്പോ ആ മക്കൾക്ക് ഈ ഒരു ഉപദേശം പകർന്നു കൊടുക്കാൻ കഴിയുമോ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, മനുഷ്യരെ, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വിധി നൽകിയിട്ടുണ്ട്. എന്താ വിധി? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ മാത്രം ആരാധിക്കണം. ഇത് ഖുർആനിന്റെ ഉപദേശമാണ്. എന്നിട്ട് അവിടെ നിർത്തിയില്ല. സിദ്ധമായ റബ്ബിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു പഠിപ്പിക്കുന്ന വാക്ക് നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അത് എത്രത്തോളം ചെയ്യണം, ഏത് രൂപത്തിലൊക്കെ ആവണം, വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മതഗ്രന്ഥങ്ങൾക്കും ഇതിന് സമാനമായ ഒരു ഉപദേശം സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയും നമുക്ക്. അതേ, ലോകത്തൊരു ലിബറൽ വാദികൾക്കും ഇത്തരം ഉപദേശങ്ങൾ സമ്മാനിക്കാൻ കഴിയില്ല. ഉമ്മാനെ നോക്കേണ്ട ബാധ്യത നമുക്കൊന്നുമില്ലാന്ന് പച്ചയായി ചാനലുകൾക്ക് മുന്നിലിരുന്ന്
പരസ്യമായി പ്രഖ്യാപിക്കുന്നവനാണ് ലിബറലിസം പ്രചരിപ്പിക്കുന്നവരെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താ? വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം, നിന്നെ പോറ്റി വളർത്തിയവരാണവർ. എന്നിട്ട് അല്ലാഹു പഠിപ്പിച്ചത് അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹ്ദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. നീ നിന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കി, നിന്റെ വാപ്പയുടെ മുഖത്ത് നോക്കി ഛേ എന്നൊരൊറ്റ വാക്ക് നോക്കൂ നിങ്ങൾ. ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് വരുന്ന മോശപ്പെട്ട വർത്തമാനത്തിലെ ഏറ്റവും ചെറിയ വാക്കാണ് ഛേ എന്ന വാക്ക്. ആ ഒരു വാക്കുപോലും നീ പറയരുതെന്ന ഖുർആനിന്റെ ഉപദേശം. ഇതുപോലെ ഉപദേശിക്കാൻ പറ്റുന്ന ഏത് സിദ്ധാന്തങ്ങളുണ്ട് ലോകത്ത്? അതുകൊണ്ട് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തരം ഉപദേശങ്ങളിലേക്ക് മടങ്ങലാണ് പരിഹാരം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ തൽക്കാലം എന്റെ സംസാരം ഇവിടെ നിർത്തുകയാണ്. നമസ്കാരത്തിന് വേണ്ടി നമുക്ക് പിരിയാം. നമസ്കാരം കഴിഞ്ഞ് നമുക്ക് കുറച്ചു നേരം കൂടി സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാർത്ഥി വിഭാഗമായ വിസ്ഡം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ അതിൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായി വരാനിരിക്കുന്ന സമ്മേളനത്തിൻ്റെ പ്രചരണമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം ഇതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞു പോകുന്നത് പോലെ സകല ലഹരികളിൽ നിന്നും അരാജകത്വങ്ങളിൽ നിന്നും മനുഷ്യരെ രക്ഷപ്പെടുത്താനുള്ള ഒന്നാമത്തെ മാർഗം സൃഷ്ടാവായ റബ്ബിനെ തിരിച്ചറിയുകയും ഖുർആനിലേക്ക് മടങ്ങുകയും ചെയ്യലാണ്. പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് ആ മനുഷ്യനെ സൃഷ്ടിച്ച നാഥൻ നൽകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ്. പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഉപദേശങ്ങളിലേക്ക് മടങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നന്മകൾ അവന്റെ ജീവിതത്തിൽ സ്വീകരിക്കാൻ അവർക്ക് കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ അവസാനം പറഞ്ഞു വെച്ച വിഷയം അല്ലാഹു മനുഷ്യനോട് നൽകുന്ന ലളിതമായ ചില ഉപദേശങ്ങളുടെ ഉദാഹരണങ്ങളാണ്. അതിലൊരു സൂറത്തിന്റെ ഒരു ഭാഗമാണ്, അതിന്റെ ചില ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അല്ലാഹു മാതാപിതാക്കളുടെ വിഷയത്തിൽ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ എങ്ങനെയാണ് ഉമ്മയെയും വാപ്പയെയും തന്റെ അച്ഛനെയും അമ്മയെയും എങ്ങനെ പരിപാലിക്കണം, പരിചരിക്കണം എന്ന ഖുർആനിന്റെ ഉപദേശം അത് അല്ലാഹു വിധിച്ചിട്ടുള്ളൊരു വിധിയാണ്. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, നീ നിന്റെ റബ്ബിനെ മാത്രം, അവനെയാണ് നീ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞ വാക്ക് നിന്റെ മാതാവിനും പിതാവിനും നീ നന്മ ചെയ്യണം. വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹ്ദുഹുമാ ഔ കിലാഹുമാ, വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന കാലം, പ്രായമായി താടിയുടെ രോമങ്ങൾ നിരച്ച് മുടിയൊക്കെ നിരച്ചു പോകുന്ന കാലം, ഉമ്മക്ക് വന്നു കഴിഞ്ഞാൽ വാപ്പാക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് പ്രായത്തിന്റെ വാർദ്ധക്യത്തിന്റെ കാലത്ത് വീട്ടിന്റെ മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന കാലമാകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തെ പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. വാർദ്ധക്യത്തിന്റെ കാലം, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ, ആ വാർദ്ധക്യത്തിന്റെ കാലത്ത് നിന്നോട് വല്ല കാര്യങ്ങളും ചോദിച്ചവർ നിന്റെ മുന്നിലേക്ക് വന്നാൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നീ ഛേ എന്നൊരു വാക്ക് പോലും നീ അവരോട് പറയരുത് എന്ന അല്ലാഹുവിന്റെ ഉപദേശം. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇതെത്ര മനോഹരമാണ്, എത്ര മഹനീയമാണ്. പണ്ഡിതന്മാർ ഈ ഉഫിൻ എന്ന വാക്ക്, ഛേ എന്ന വാക്കിനെ പണ്ഡിത ലോകം വിശദീകരിക്കുന്നുണ്ട്. ഒരു മോശപ്പെട്ട വർത്തമാനത്തിലെ ഏറ്റവും ചെറിയ വാക്ക്, ആ വാക്ക് പോലും
നിന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കി വാപ്പാന്റെ മുഖത്ത് നോക്കി പറയരുത് എന്ന് ഉപദേശിക്കുന്ന ഖുർആൻ. ഇന്ന് സ്വന്തം മാതാപിതാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്നവർക്ക് ഈ ഉപദേശം എത്ര മഹനീയമാണ്, എത്ര ജീവിതത്തിൽ എത്ര ഉപകരിക്കുന്ന ഉപദേശമാണ് ഈ ഖുർആനിന്റെ വാക്കുകൾ. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. നീ അവരെ വിരട്ടരുത്, നിന്റെ വീട്ടിൽ നിന്ന് നീ അവരെ പുറത്താക്കരുത്, നിന്റെ വീട്ടിൽ നിന്ന് അവരെ പുറത്താക്കരുത്. വൃദ്ധസദനങ്ങൾ വർദ്ധിക്കുന്ന കാലം, മക്കൾക്ക് മാതാപിതാക്കളെ പോറ്റാൻ കഴിയാതെ നോക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഒരിക്കലും ചെറിയ പ്രായത്തിൽ നമ്മുടെ ഉമ്മയോ വാപ്പയോ നമ്മളെ പോറ്റാൻ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല. പട്ടിണിയും ത്യാഗവും സഹിച്ച് പോറ്റി വളർത്തി മാതാവും പിതാവും നമ്മളെ വളർത്തി പ്രായമായി അവർ വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോ അവരെ പരിചരിക്കാൻ മക്കൾക്ക് അറപ്പും വെറുപ്പുമാകുന്ന കാലത്ത് ഇന്ന് വൃദ്ധസദനങ്ങൾ തുറന്നു വെച്ച് അവിടെ കൊണ്ടുപോയി പരിചരിക്കുന്ന പണം കൊടുത്താൽ മതി, എന്റെ ഉമ്മയെയും വാപ്പയെയും നോക്കാൻ അവരുണ്ട് എന്ന് കരുതുന്ന കാലത്ത് അള്ളാഹു പഠിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഉപദേശമാണ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. നീ മോശമായി അവരോട് സംസാരിക്കരുത്, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വർത്തമാനവും നീ അവരോട് പറയരുത്. മറിച്ച് നീ ചെയ്യേണ്ടതെന്താ, വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. നിന്റെ കാരുണ്യത്തിന്റെ എളിമയുടെ ചിറക് നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം. വീടിന്റെ മൂലയിൽ ഒറ്റയ്ക്കിരിക്കുന്ന കാലത്ത് നിന്റെ ഉമ്മാന്റെ മനസ്സിൽ നിന്റെ വാപ്പാന്റെ മനസ്സിൽ തോന്നും, ഞാൻ എന്റെ മക്കൾക്കൊരു ഭാരമാകുന്നുണ്ടോ, എന്റെ മക്കൾക്ക് ഞാനൊരു പ്രയാസമായി മാറുന്നുണ്ടോ എന്ന് പ്രായമായ പാവപ്പെട്ട ഉമ്മാന്റെ പാവപ്പെട്ട ഉപ്പയുടെ മനസ്സ് തോന്നുന്ന കാലത്ത് നിന്റെ ചിറകുകൾ നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം. വഹ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വഖുൽ, നീ പ്രാർത്ഥിക്കണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നീ നിന്റെ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കണം, നിന്റെ ഉമ്മാക്ക് വേണ്ടി നിന്റെ വാപ്പാക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, എന്റെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്, നിന്റെ കാരുണ്യം നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. എന്റെ ഖജനാവിൽ സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് പോറ്റാൻ കഴിയുന്ന രൂപത്തിൽ ആരോഗ്യമുണ്ടെങ്കിലും പടച്ച റബ്ബേ അതിനേക്കാളൊക്കെ വലിയതാണ് നിന്റെ കാരുണ്യം അവർക്ക് കിട്ടുക എന്നുള്ളത്. ആ കാരുണ്യം നീ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥന പോലും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. എത്ര മനോഹരമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും. സ്വീകരിക്കാൻ ആരുണ്ട്? ഇത് സ്വീകരിക്കുന്നവർക്ക് എല്ലാ മേഖലയിലും വിജയത്തിലേക്ക് എത്തിപ്പെടാമെന്ന് വെറുതെ പറയുകയല്ല, ഒരു തമാശ വർത്തമാനമല്ല. ഇത് വിജയത്തിലേക്കുള്ള വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്. ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അതെ, സത്യാസത്യ വിവേചനത്തിന്റെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ആ ഗ്രന്ഥത്തെ നിങ്ങൾ തിരിച്ചറിയണമെന്നാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു റബ്ബുക്കും അഅലമു റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മനസ്സിലുള്ളതിനെ പറ്റി വ്യക്തമായി അറിയുന്നവനാണ്. നിന്റെ അല്ലാഹു തുടർന്ന് ഉപദേശിക്കുന്ന ഉപദേശം, നിന്റെ റബ്ബ് നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളതിനെ വ്യക്തമായി അറിയുന്നവനാണ്. നിന്റെ റൂമിൽ ഇരുന്ന് നിന്റെ മൊബൈലിൽ നീ കാണുന്ന വൃത്തികേടുകൾ നിന്റെ ഉമ്മ അറിയുന്നില്ല എന്ന് വന്നേക്കാം, നിന്റെ വാപ്പ അറിയുന്നില്ല എന്ന് വന്നേക്കാം, നിന്റെ കൂടെയുള്ള നിന്റെ കൂട്ടുകാരൻ അറിയുന്നില്ല എന്ന് പറഞ്ഞേക്കാം, കൂടെ കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ വൃത്തികേടുകൾ ആസ്വദിക്കുന്ന കാലത്ത് അല്ലാഹുവിന്റെ ഉപദേശം, നിന്റെ റബ്ബ് സദാ നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതെ, അല്ലാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധം മനുഷ്യന്റെ മനസ്സുകളിലേക്ക് അല്ലാഹു നൽകുകയാണ്. തുടർന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞത് വഅതിൽ ഖുർബാ ഹഖ്ഖഹു വൽ മിസ്കീൻ വബിനിസ് സബീൽ. ലോകത്ത് എത്ര മനോഹരമായ ഉപദേശം! നിന്റെ അടുത്ത ബന്ധുക്കളുടെ അവകാശങ്ങളെ നീ വകവെച്ചു കൊടുക്കാതിരിക്കരുത്, അത് നീ അവർക്ക് വ്യക്തമായി നീ അവർക്ക് നൽകണം. വൽ മിസ്കീൻ, പാവപ്പെട്ടവന് അവന്റെ അവകാശങ്ങൾ നീ അവന് വീതിച്ചു കൊടുക്കണം. വബിനിസ് സബീൽ, വഴിപോക്കർക്ക്, അതേ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവകാശപ്പെട്ട സമ്പത്തിനെ നീ പിടിച്ചു വെക്കരുത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാകട്ടെ, പൊതുമുതലുകളെ കൈകാര്യം ചെയ്യുന്നവരാകട്ടെ, എല്ലാവരോടും ധാർമ്മികത പഠിപ്പിക്കുകയാണ് പരിശുദ്ധ
ഖുർആൻ ഇങ്ങനെ മനോഹരമായി വർണ്ണിക്കുന്ന ഏത് വേദഗ്രന്ഥമുണ്ട് ഭൂമി ലോകത്ത്? എത്ര മനോഹരമാണ്! അതെ, പാവപ്പെട്ടവന്റെ മുതല്, വൈപോക്കന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള മുതല്, അതിലൊന്നും നീ കൈകടത്തരുത്, അതിലൊന്നും നീ അവകാശം കാണിച്ച് നീ അതൊന്നും വാരി വിതറി നീ ദൂർത്തടിക്കരുത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അങ്ങനെ ദൂർത്ത് കാണിക്കുന്ന, സമ്പത്തിന് ദുർവ്യയം ചെയ്യുന്ന, അതേ ലഹരി വസ്തുക്കൾ കൊണ്ട് നാടുകളിൽ അടിച്ചു തീർക്കുന്ന, ഇന്ന് നമ്മുടെ നാടുകളിൽ കലിച്ചു തീർക്കുന്ന, ക്യാമ്പസുകളിലും അല്ലാതെയുമൊക്കെ ഇന്ന് നാടുകളിൽ DJ പാർട്ടികൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ആടിത്തിമർക്കുന്ന കേന്ദ്രങ്ങൾക്ക് വേണ്ടിയൊക്കെ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളോട്, അനാവശ്യമായി സമ്പത്തിന് ദുർവ്യയം ചെയ്യുന്നവരോട് അല്ലാഹു നൽകുന്ന ഉപദേശം, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അതൊക്കെ പൈശാചികമാണ്. കാനൂ ഇഖ്വാന ശയാത്തീൻ. അങ്ങനെ നീ ദുർവ്യയം ചെയ്യുന്നത് അത് പിശാചിന്റെ സഹോദരങ്ങളാണ്, പിശാചിന്റെ സഹോദരങ്ങളുടെ പ്രവർത്തനമാണെന്ന് പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത്, പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സൂക്ഷിക്കണം, വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി നമ്മെ ഉപദേശിക്കുന്ന, നമുക്ക് വിശദീകരിച്ചു തരുന്ന കാര്യങ്ങൾ അല്ലാഹു തുടർന്ന് പഠിപ്പിക്കുന്നത് കാണാം. വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്. അതേ, പട്ടിണി ഭയന്ന് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. പട്ടിണി ഭയന്നിട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. 2 മതി, 1 മതി എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു കുഞ്ഞുണ്ടായാൽ ഗർഭത്തിൽ തന്നെ കുഞ്ഞിനെ കൊല്ലുന്ന ഏറ്റവും വലിയ വൃത്തികെട്ട പ്രവർത്തനം ചെയ്യുന്നവരുണ്ട്. അല്ലാഹു പറഞ്ഞത്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. നഹ്നു നർസുഖുകും വഇയ്യാകും. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അന്നം നൽകുന്നവൻ ഞാനാണ്, നാമാണ് അന്നം നൽകുന്നവൻ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കൊല്ലരുത് എന്ന് അല്ലാഹുവിന്റെ ഉപദേശം. ഇങ്ങനെ എത്രയെത്ര മേഖലകളെ അല്ലാഹു വളരെ ഗൗരവത്തോടെ ഉപദേശിക്കുന്നു. നിർത്തിയില്ല. വലാ തഖറബു സിനാ. നിങ്ങൾ വ്യഭിചരിക്കരുതേ. വലാ തഖറബു സിനാ. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, വലാ തഖറബു, നിങ്ങൾ അടുത്തു പോകരുത്. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. സിന, വ്യഭിചാരത്തിലേക്ക്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുതെന്ന് ഖുർആനിന്റെ ഉപദേശം എത്ര മനോഹരമാണ്. വ്യഭിചാരശാലകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന കാലം ആണും പെണ്ണും, അന്യ സ്ത്രീയും അന്യ പുരുഷനും ക്യാമ്പസുകളിലോ അല്ലാതെയോ ഏതെങ്കിലും പാർക്കുകളിലൊക്കെ വ്യക്തമായ രൂപത്തിൽ പരസ്യമായി ചുംബനങ്ങൾ നടത്തുന്ന കാലത്ത്, വ്യഭിചരിക്കുന്ന കാലത്ത് ഈ ഉപദേശം എത്ര മഹനീയമാണ്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. ഖുർആനിന്റെ ശൈലി നോക്ക്. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ മന്ത്രിക്കുന്ന ഒരു മേഖലയിലേക്കും നിങ്ങൾ പോകരുത്. നിങ്ങളുടെ കണ്ണുകൊണ്ട് സെക്സ് കണ്ടാൽ, കണ്ണുകൊണ്ട് വേണ്ടാത്തത് കണ്ടാൽ അത് കണ്ണുകൊണ്ടുള്ള ഹറാമാണ്. നിങ്ങളുടെ കണ്ണുകൊണ്ടുള്ള ഹറാമാണ്. നാവ് കൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അൽ കലാം, ഹറാം സംസാരിക്കലാണ്. കാതുകൊണ്ട് ഹറാം കേട്ടാൽ അത് അൽ ഇസ്തിമാ, ഹറാമായ കാതുകൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിമാ, ഹറാം കേൾക്കലാണ്. കൈകൊണ്ട് ഉള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അൽ ബതുഷ്, അത് പിടിക്കലാണ്. ഇന്ന് പാർക്കുകളിലേക്ക് ഒരു വിനോദയാത്ര നടത്തുന്ന, ഒരു യാത്ര പോകുന്ന ഒരു കുടുംബത്തിന് യാത്ര ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ബീച്ചുകളിൽ, പാർക്കുകളിൽ പച്ചയായ ലൈംഗിക രംഗത്തെ അരാജകത്വങ്ങൾ നടക്കുമ്പോ ഈ ഉപദേശം എത്ര മഹനീയമാണ്. വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. നിന്റെ കണ്ണുകൊണ്ട്, നിന്റെ കാതുകൊണ്ട്, നിന്റെ കർണപുടങ്ങൾ കൊണ്ട്, കാലുകൊണ്ട്, കൈകൊണ്ട്, നാവുകൊണ്ട് ഹറാമിലേക്ക് നീ പോകല്ലേ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വരമായ ഉപദേശങ്ങൾ. ഇനി എത്ര വേണം ഇതുപോലെയുള്ള ഉപദേശങ്ങൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അന്യായമായി പാവപ്പെട്ടവനെ നീ കൊല്ലരുത്. അതെ, അല്ലാഹു പരിശുദ്ധമാക്കിയ വസ്തുക്കളെ നീ കൊല്ലരുതെന്ന പരിശുദ്ധ ഖുർആനിന്റെ ഉപദേശം. കൊലപാതകങ്ങളെ ഒരിക്കലും അനുകൂലിക്കുന്നില്ല പരിശുദ്ധ ഇസ്ലാം. അതെ, യുദ്ധഭൂമികളിലെ പോരാട്ടത്തിന്റെ വേളയിലെ, ജിഹാദിന്റെ വേളയിലെ കഴിഞ്ഞുപോയ ചരിത്ര സംഭവങ്ങൾ വേറെ. ഇവിടെ പച്ചയായി നീതിയും ന്യായവും വേർതിരിക്കാതെ പച്ചയായി മനുഷ്യമതങ്ങൾ നടത്തുന്ന, രാത്രി
കാലങ്ങളുണ്ട്. ക്യാമ്പസുകളിൽ സ്വന്തം കൂടെ പഠിക്കുന്ന സഹപാഠികളെ അടിച്ചുകൊള്ളുന്ന മക്കൾ ജീവിക്കുന്ന കാലത്ത് അല്ല പഠിപ്പിക്കാണ്, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി നിന്റെ കൂടെയുള്ളവരെ നീ കൊല്ലല്ലേ എന്ന പരിശുദ്ധ ഖുർആനിന്റെ ഉപദേശം. പ്രിയമുള്ളവരെ, ഈ പറയപ്പെട്ട രൂപത്തിലുള്ള എല്ലാ തിന്മകളും നിന്റെ ജീവിതത്തിൽ പാടില്ല 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 എന്ന് അല്ലാഹ് ആവർത്തിച്ച് പറയുന്ന ഖുർആൻ നൽകുന്ന മനോഹരമായ ഉപദേശങ്ങൾ ഞാൻ ചില എക്സാമ്പിളുകൾ ഇങ്ങനെ പറഞ്ഞു പോകാൻ. വലാ തഖറബു മാലൽ യതീം, പാവപ്പെട്ട യതീമിന്റെ സമ്പത്ത് അത് കൈകാര്യം ചെയ്യുന്നിടത്ത് നീ സൂക്ഷിക്കണം. യതീമിന്റെ മുതല നീ തിന്നരുത്, അനാഥയുടെ സമ്പത്തിനെ നീ തിന്നരുത്. ഇത് ഖുർആനിന്റെ ഉപദേശമാണ്. ലോകത്ത് ഖുർആൻ നന്മ പഠിപ്പിക്കാത്ത, ഖുർആൻ ഉപദേശിക്കാത്ത ഏത് മേഖലയാണുള്ളത്? അതുകൊണ്ട് നന്മയിലേക്ക് മടങ്ങണോ, നന്മയുടെ വഴി തിരിച്ചറിയണോ? കുടുംബങ്ങളെ, മാതാപിതാക്കളെ, മക്കളെ, രക്ഷിതാക്കളെ, കച്ചവടക്കാരെ, രാഷ്ട്രീയക്കാരെ, നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തകരെ, മതസംഘടനകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ, എല്ലാ മേഖലയിലേക്കും വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളെ ഒന്നിനു പുറമെ ഒന്നായി തട്ടുകളായി വ്യക്തമായ രൂപത്തിൽ ഇങ്ങനെ വർണ്ണനകളോടെ പരിശുദ്ധ ഖുർആൻ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ എത്ര മഹനീയമാണ്, എത്ര മനോഹരമാണ്. അതുകൊണ്ട് വിജയത്തിന്റെ വഴി അത് ഖുർആനാണ്. അതിലേക്ക് മടങ്ങുക. അതിലേക്ക് മടങ്ങുമ്പോ ഏറ്റവും മർമ്മപ്രധാനമായി നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നാമത്തെ മേഖല അത് വിശ്വാസമാണ്. തകരാതിരിക്കേണ്ട മേഖല അത് വിശ്വാസമാണ്. വിശ്വാസത്തിൽ ഒരു മനുഷ്യന് പരാജയം പറ്റിയാൽ ലജ്ജ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാവും. ലജ്ജ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയായാൽ അവന്റെ വിശ്വാസത്തിനെ അത് ബാധിക്കും. ഇന്ന് ലിബറലിസം പ്രചരിപ്പിക്കുന്നവരും അല്ലാത്തവരുമൊക്കെ, ഇന്ന് നാടുകളിൽ തോന്നിവാസം പ്രചരിപ്പിക്കുന്നവരുമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറ്റ ഹദീസിനെ, ഒരു വാചകത്തെ ഞാനൊന്ന് വിവരിക്കട്ടെ പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നൽ ഹയാ വൽ ഈമാൻ, ഹയാഉം ഈമാനും ലജ്ജയും ഈമാനും ഖുരിനാ ജമീഅ, രണ്ടും പരസ്പര ബന്ധമുള്ളതാണ്. ഒന്ന് ഒരു മനുഷ്യനിൽ നിന്ന് ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ടാൽ മറ്റേടവനിൽ നിന്ന് സ്വാഭാവികമായി ഉയർന്നു പോകുമെന്നാണ്. ഒരു മനുഷ്യന് വിശ്വാസവും ലജ്ജയുമുണ്ട്. ലജ്ജ ഒരു മനുഷ്യനിൽ നിന്നില്ലാതെയായാൽ സ്വാഭാവികമായി അവന്റെ വിശ്വാസത്തെ അത് ബാധിക്കുമെന്നതാണ്. നിരീശ്വര നിർമ്മതവാദികളുടെ ഒരു നാണയത്തിന്റെ മറ്റൊരു പുറമാണ് ലിബറലിസം എന്ന് പറയുന്നത്. ലിബറൽവാദികൾ പ്രചരിപ്പിക്കുന്നത് എന്താ? ഇന്ന് ലജ്ജയില്ലാത്തൊരു തലമുറയെ വാർത്തെടുക്കുകയാണ്. ആ വാർത്തെടുക്കുന്നതിലൂടെ അവിടെ സംഭവിക്കുന്നത് എന്താ? സ്വാഭാവികമായും മതത്തിന്റെ ആ വലയങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് ആളുകൾ തോന്നിയതുപോലെ ജീവിക്കാൻ തുടങ്ങും. അവിടെ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് സിദ്ധാവിനെ അറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മടങ്ങുക, ഖുർആനിലേക്ക് മടങ്ങുക, സിദ്ധാവായ റബ്ബിലേക്ക് മടങ്ങുക. ഇവിടെ ഇരിക്കുന്ന എന്റെ സംസാരം കേൾക്കുന്നവരിൽ പണ്ഡിതന്മാരുണ്ടാവാം, അല്ലെ മഹല്ലത്തുകളിലെ കമ്മിറ്റികളിലെ മെമ്പർമാരുണ്ടാവാം, കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്ന മഹല്ല് ഭാരവാഹികൾ ഉണ്ടാവാം. എല്ലാവരോടും ഓർമ്മപ്പെടുത്തട്ടെ, വെള്ളിയാഴ്ചയിലെ ഒരു ദിവസം നാട്ടിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഖതീബിന്റെ ചുവട്ടിൽ വന്നിരിക്കുന്നു, ഖതീബിന്റെ മുന്നിൽ വന്നിരിക്കുന്നു. മിമ്പറിന്റെ മുകളിൽ നിന്ന് ഖതീബ് ഉപദേശം നൽകാൻ വേണ്ടി മിമ്പറിലേക്ക് കയറിയിരിക്കുമ്പോ, ഖുതുബക്ക് വേണ്ടി കയറി നിൽക്കുമ്പോ ഖതീബിന്റെ മുന്നിൽ വന്നിരിക്കുന്ന തന്റെ അനുയായികളോട് ധാർമ്മികത പഠിപ്പിക്കാത്ത ഖതീബുമാരുണ്ട് നാട്ടിൽ. അതെ, അത് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഖുതുബ പറഞ്ഞ് ആളുകൾക്കൊന്നും തിരിയാതെ മൊബൈലുകളൊക്കെ ഓഫ് ചെയ്ത് ഇബാദത്തിന്റെ മനസ്സോട് ദുനിയാവിനെ കുറിച്ചുള്ള ഭൗതികമായ യാതൊരു ചിന്തയുമില്ലാതെ പരലോക ബോധത്തോടെ വന്നിരിക്കുന്ന തന്റെ മുന്നിലുള്ള തന്റെ അനുചരന്മാരോട് എന്ത് നീതി കാണിക്കാൻ കഴിഞ്ഞു? പണ്ഡിതന്മാരെ, എന്ത് നീതി കാണിക്കാൻ കഴിഞ്ഞു? അതെ, മലയാളത്തിൽ ഖുതുബ പറഞ്ഞാൽ അത് പാപമായിട്ട് കരുതുന്നവരോട് മലയാളത്തിൽ ഖുതുബ പറയുന്നത് പ്രവാചക ചര്യയാണ്. എന്തേ കാരണം? റസൂലുള്ളാഹിന്റെ ഖുതുബ ഹദീസിൽ കാണാം, യഖറഉൽ ഖുർആന, റസൂൽ ഖുർആൻ ഓതുമായിരുന്നു, യുദക്കിറുൻ നാസ്, എന്നിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമായിരുന്നു. റസൂലുള്ളാഹിന്റെ ഖുതുബ പ്രവാചകന്റെ മുന്നിലിരുന്ന ജനങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. റസൂലുള്ളാഹിന്റെ ഭാഷ അറബിയായിരുന്നു, മുന്നിലിരുന്നവരുടെ ഭാഷ അറബിയായിരുന്നു. റസൂലുള്ളാഹിന്റെ ഖുതുബ കേട്ടിട്ട്
ജീവിതത്തിലെ പല തിന്മകളും ഒഴിവാക്കിയ എത്ര ഉദാഹരണങ്ങൾ വേണം. സ്വഹാബത്തിന്റെ ജീവിതത്തിലെ തിന്മകൾ ഒഴിവാക്കി നന്മയുടെ വഴി സ്വീകരിച്ച എത്ര ഉപമകൾ വേണം. അതുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരെ ഉത്ബോധിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അവസരം, അതേ ചെറിയ കുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ വെള്ളിയാഴ്ച ദിവസം ഖതീബിന്റെ മുന്നിൽ വന്നിരിക്കുമ്പോ അവരോട് തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ആ വേദിയിൽ പോലും അവരോട് കൃത്യമായ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാത്ത ഖതീബുമാർ ഈ ഉമ്മത്തിനോട് അനീതി കാണിക്കുന്നു എന്നതല്ലാതെ വേറെന്ത് പറയാനുണ്ട്? അതുകൊണ്ട് അതിലേക്ക് മടങ്ങുക. വിശ്വാസ രംഗത്തെ ഈ ജനങ്ങൾക്ക് വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുക. സൃഷ്ടാവായ റബ്ബിനെ മാത്രം ആരാധിച്ച് അല്ലാഹു മാത്രമാണ് എന്റെ ആരാധനക്കർഹനെന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയത്തെ ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് വ്യക്തമായി പകർന്നു കൊടുക്കാൻ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മനുഷ്യനോട് പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ അറിയണം എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ അറിയണം. ആ അറിവിലൂടെ മനുഷ്യൻ നന്മയിലേക്ക് വരും. അതെ, തിന്മയിലേക്കല്ല, വേണ്ടാത്തരത്തിലേക്കല്ല. സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്ന വേദികൾ ഇന്ന് കുറവാണ്. നാടുകളിൽ കറാമത്തിന്റെ കഥകൾ പറഞ്ഞ് ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി കറാമത്തിന്റെ കഥകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി വേദി കെട്ടിക്കൊടുക്കുന്നവരും വേദിയിൽ വന്ന് പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരും പച്ചയായി ഇത്തരം അരാജകത്വങ്ങളൊക്കെ നടക്കുമ്പോഴും നാടുകളിൽ വന്നിട്ട് വെറുതെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് പാവപ്പെട്ട വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ട്. ഈ ജനങ്ങളോട് തന്റെ ദൗത്യം നിർവഹിക്കാത്ത പണ്ഡിതന്മാർ നാളെ റബ്ബിന്റെ കോടതിയിൽ വിരല് കടിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അടിവരയിട്ട് മനസ്സിലാക്കിക്കോ. ഫ്ലൈറ്റ് കൊണ്ടുവന്നത് ഇന്ന ശൈഖാണ്, തകർന്നുപോയ ട്രെയിനിനെ പിടിച്ചു കൊണ്ടുവന്നത് ഇന്ന ശൈഖാണ് എന്ന ബാലരമയിലെ കഥകൾ പറയുന്നത് പോലെ ലുട്ടാപ്പി കഥകളും ദിങ്കൻ കഥകളും പറഞ്ഞ് സമൂഹത്തിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഈ സമുദായത്തിന് പഠിപ്പിക്കേണ്ട നന്മകൾ പഠിപ്പിക്കാതെ സുഹൃതത്തിന്റെ വഴിയിലേക്ക് ഈ സമൂഹത്തെ നന്മയിലേക്ക് കൊണ്ടുവരാതെ കറാമത്തിന്റെ കഥകൾ പറഞ്ഞു തീർക്കുന്ന ആളുകളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളതും ഇത് തന്നെയാണ്. ഈ സമൂഹത്തിനോട് ബാധ്യതയുണ്ട്. അതിൽ നിന്ന് പിന്മാറരുത്. ഈ ഉത്തരവാദിത്വം മറക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയുക, മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്കെ പറയുക. അത് ഖുർആൻ എടുത്തു വെച്ച് വിശദീകരിക്കുക, ഹദീസിനെ മുന്നിൽ വെച്ച് വിവരിച്ചു കൊടുക്കുക. എങ്കിൽ ആ രൂപത്തിൽ പഠിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? എങ്കിൽ ഈ ജനതയെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇസ്ലാമിക ചരിത്രങ്ങൾ എടുത്ത് പഠിച്ചാൽ മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന സംഭവങ്ങൾ അതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു ഉണ്ട് എന്ന കൃത്യമായ വിശ്വാസമുള്ളവരാണ് നമ്മൾ. അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന വിശ്വാസമുള്ളവരാണ് നമ്മൾ. എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളുടെ മറ്റൊരു വഴി കൂടി പറയട്ടെ. എല്ലാ പ്രശ്നങ്ങളും ഇറക്കി വെക്കേണ്ട ഒരു ശക്തിയുണ്ട്. അത് സൃഷ്ടാവായ റബ്ബാണ്. ആ റബ്ബിന്റെ മുന്നിൽ തന്നെ കാര്യങ്ങൾ എടുത്തു പറയുക. ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കെട്ടി ഉയർത്തിയ ചാറത്തിന്റെ മുന്നിലല്ല, അല്ലാഹുവിനോട് പറയണം, റബ്ബേ ഈ സമുദായത്തിന് രക്ഷ നൽകണേ എന്ന് ഒരൊറ്റ തവണ നിസ്കാരം കഴിഞ്ഞിരുന്ന് ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ സുന്നത്ത് നമസ്കാരങ്ങളിലെ സുജൂദിന്റെ വേളകളിൽ ഒരൊറ്റ തവണ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, തന്റെ നാടിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഉമ്മത്തിന് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ, റബ്ബേ എന്ന് വിളിച്ച് അല്ലാഹുവിനോട് പറയാൻ. അതെ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് വഇദാ സഅലക ഇബാദി, നബിയെ എന്റെ അടിമ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ അന്നി ഫഇന്നി ഖരീബ്, അവരോട് പറഞ്ഞു കൊടുക്കൂ റസൂലേ, അവരോട് പറഞ്ഞു കൊടുക്കൂ റസൂലേ. എന്താ പറയേണ്ടത്? അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് അടുത്തുള്ളവനാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പഠിപ്പിച്ചത് അല്ലാഹു മനുഷ്യന്റെ കണ്ടനാടിയേക്കാൾ അടുത്തുള്ളവനാണ്. കണ്ടനാടിയേക്കാൾ അടുത്തുള്ള റബ്ബുണ്ട് നമ്മുടെ കൂടെ. ആ റബ്ബിനോട് പറയാൻ, ആ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ അല്ലാഹു പറയാണ്, ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ എന്നോട് പറയാൻ പറ, ഞാൻ നൽകും അവർക്ക് ഉത്തരമെന്ന് അല്ലാഹു പറയുമ്പോ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആ വിശ്വാസത്തിലേക്കും ആ ഒരു ഈമാനികമായ പിന്നെ നിർഭയത്വം ലഭിക്കുന്ന വിശ്വാസത്തിലേക്ക് മടങ്ങുക. ആ ജീവിത ശൈലി നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുക. വരും തലമുറക്ക് മതപരമായ അറിവുകൾ നമ്മൾ സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിന്റെ കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്,
നമ്മുടെ മക്കളുടെ ഇന്ന് വളർന്നു വരുന്ന തലമുറയുടെ ജീവിതത്തിലേക്ക് കിട്ടേണ്ട വളരെ മർമ്മപ്രധാനമായ മറ്റൊരു മേഖലയാണ് പരലോകമുണ്ട് എന്ന വിശ്വാസം, നരകമുണ്ട് എന്ന വിശ്വാസം. തിന്മ ചെയ്യുന്നവർക്ക് അല്ലാഹ് ഒരുക്കി വെച്ചിട്ടുള്ളതാണ് നരകം എന്ന ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസം. ഇത് മക്കളുടെ ഖൽബിലേക്ക് പകർന്നു കൊടുക്കണം. അതെ, നന്മ ചെയ്യുന്നവർക്ക് മഹനീയമായ മനോഹരമായ സ്വർഗമെന്ന അലങ്കാരത്തിന്റെ ലോകത്തെ അല്ലാഹ് സംവിധാനിച്ചിട്ടുണ്ട് എന്ന ആ വിശ്വാസത്തിലേക്ക് നമ്മുടെ മക്കളെ കൈപിടിച്ചുയർത്തണം. ആരും കൂട്ടിനില്ലാത്ത കാലം തന്റെ കയ്യിലുള്ള ബോട്ടിലിനെ പൊട്ടിച്ച് തന്റെ കൂട്ടുകാരന്റെ മുന്നിലേക്ക്, തന്റെ മുന്നിലുള്ള ഗ്ലാസ്സിൽ ഒഴിച്ച് കൂട്ടുകാരൻ നമ്മുടെ മുന്നിലേക്ക് നീട്ടിത്തരുമ്പോ ആ കൂട്ടുകാരൻ സഹായിക്കാനില്ലാത്ത ഒരു പരലോകത്തെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. തന്റെ വീട്ടിന്റെ ആരും അറിയാത്ത റൂമിൽ വാപ്പ AC ഒക്കെ സംവിധാനിച്ച് ചെയ്തു കൊടുത്തിട്ടുള്ള ഭദ്രമായി അടച്ചിട്ടുള്ള റൂമിൽ ഏത് സെക്സും ആസ്വദിക്കുന്ന മക്കൾ ആ മക്കളുടെ മനസ്സുകളിലേക്ക് വരണം. പടച്ച റബ്ബേ, ഞാനിത് ചെയ്താൽ ഒരു നരകമുണ്ടല്ലോ അല്ലാഹ്, ഒരു സ്വർഗമുണ്ടല്ലോ റബ്ബേ, വിചാരണയുടെ ഒരു ദിവസം വരാനുണ്ടല്ലോ നാഥ എന്ന ഒരു ബോധം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. ആ ചിന്തയിലൂടെ മോചിതരാവാൻ നമുക്ക് കഴിയും, രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഇസ്ലാമിന്റെ വിശ്വാസങ്ങളിലൂടെ രക്ഷപ്പെടാം, ഇസ്ലാമിന്റെ കർമ്മങ്ങളിലൂടെ രക്ഷപ്പെടാം. ഇസ്ലാം പഠിപ്പിക്കുന്ന നല്ല നല്ല സംസ്കാരങ്ങളെ ഫോളോ ചെയ്യുന്നതിലൂടെ ഇത്തരം പാപങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിട്ടുനിൽക്കാം. എങ്കിൽ ആ വഴി സ്വീകരിച്ച് മുന്നോട്ട് പോകലാണ് ഏറ്റവും നല്ല മാർഗമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ നാടുകളിലെ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളും പറയാറുണ്ട്, അതെ, വേദി കിട്ടിയാൽ പറയാറുണ്ട്, ലഹരിക്കെതിരെ സംസാരിക്കുന്നു, ലഹരിക്കെതിരെ പടയോട്ടം നടത്തുന്നു. നാട്ടിൽ ഒരു കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ഒരുത്തനെ പിടിക്കപ്പെട്ടാൽ അവന് ജയിലിൽ നിന്ന് കൊണ്ടുവരാൻ കൈയെഴുത്തിട്ട് കൊടുക്കുന്നതാരാ? രാഷ്ട്രീയക്കാർ. തുച്ഛമായ ലാഭത്തിനു വേണ്ടി രാഷ്ട്രീയക്കാർ അത്തരം ആളുകൾക്ക് സപ്പോർട്ട് നിൽക്കുന്നവരും ഉണ്ട്. പ്രിയമുള്ളവർ, എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെയാണെന്നല്ല, രാഷ്ട്രീയക്കാരിലെ ചില ആളുകൾ അങ്ങനെ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. അതേപോലെ ഈ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരില് മറ്റൊരു വിഭാഗമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ മദ്യവിൽപ്പന നടത്തുന്ന ആളുകൾ. അത് ഗവൺമെന്റ് ആണെങ്കിലും ശരി, അതല്ല നമ്മുടെ നാട്ടിലുള്ള ലോക്കൽ പാർട്ടികളായി വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളും കഞ്ചാവൊക്കെ കച്ചവടം ചെയ്യുന്ന, അതിന് സപ്പോർട്ട് നിൽക്കുന്ന ആരാവട്ടെ, അവരൊക്കെ ഈ സമൂഹത്തിന്റെ അധപതനത്തിന്റെ പ്രധാന കാരണക്കാരാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അത്തരം ആളുകളെ കാണുമ്പോ അവരെ വലയം ചെയ്യാൻ, അവരെ പിടിച്ചുകെട്ടാൻ നമുക്ക് കഴിയണം. ഏത് രൂപത്തിൽ? ഈ പറയപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങളിലേക്ക് കടന്നു വരിക. സഹോദരങ്ങൾ, അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് നല്ല മാർഗം. അവർക്ക് കാണിച്ചു കൊടുക്കുക. എന്റെ മുന്നിലിരിക്കുന്ന മക്കളോട്, എന്റെ സംസാരം കേൾക്കുന്നവരോട് അവസാനമായി ഓർമ്മപ്പെടുത്തട്ടെ, വിശ്വാസം കൊണ്ട് ജീവിതം ശുദ്ധീകരിച്ചോ, കർമ്മങ്ങളെ കൊണ്ട് ജീവിതം ശുദ്ധീകരിച്ചോ? എന്റെ മുന്നിലുള്ള ചെറുപ്പക്കാരെ, നിസ്കാരം മുറുകെ പിടിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയും. പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം എന്താണെന്ന് അറിയുമോ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇന്ന സ്വലാ, തീർച്ചയായും നമസ്കാരം എന്നുള്ളത്, തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ വൃത്തികേടുകളിൽ നിന്നും എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയും. മനുഷ്യനെ അതേ രക്ഷ നൽകുന്നതാണ്, അവനെ കഴുകിക്കളയുന്നതാണ് നമസ്കാരം. ആ നിസ്കാരം ഒരാളുടെ ജീവിതത്തിലുണ്ടോ, അവന് തിന്മയിലേക്ക് പോകാൻ അവന്റെ മനസ്സ് മന്ത്രിക്കൂല, നന്മയിലേക്ക് അവന്റെ മനസ്സിങ്ങനെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിസ്കാരം പോലെയുള്ള ഇബാദത്തുകളോട് ശ്രദ്ധ കാണിക്കുക. ഈ സമൂഹത്തിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നിടത്ത് കൃത്യമായി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക. ഈ പറയപ്പെട്ട സിദ്ധാവായ റബ്ബിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയ ഈ വേദഗ്രന്ഥം, ഇതിലേക്ക് നമ്മൾ മടങ്ങി വരിക. അവിടെയാണ് രക്ഷയുള്ളത്, അവിടെയാണ് സമാധാനമുള്ളത് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സമൂഹത്തിനോട് ധാർമ്മികമായ ബോധവും അവകാശവുമുള്ള നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വരാനിരിക്കുന്ന ഇസ്ലാം സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ സമ്മേളനം ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 11-ാം തീയതി നമ്മുടെ പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ഐതിഹാസികമായ സമ്മേളനം വ്യത്യസ്ത പണ്ഡിതന്മാർ, പ്രഭാഷകന്മാർ അഭിസംബോധന ചെയ്ത് മനോഹരമായ രൂപത്തിൽ, കൗൺസിലിംഗ് നൽകുന്ന രൂപത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ട കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന വളരെ മനോഹരമായ ഒരു സമ്മേളനം
കാത്തിരിക്കുകയാണ് നമ്മൾ. സഹോദരങ്ങളെ, എന്റെ സംസാരം കേൾക്കുന്നവരെ നിങ്ങൾ പറഞ്ഞേക്ക് നിങ്ങളുടെ മക്കളെ. ഇതിന്റെ പ്രവർത്തകന്മാരുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ, അതിന്റെ വിസ്ഡം യൂത്ത് ഓർഗനൈസേഷന്റെ, വിസ്ഡം സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ, വിസ്ഡം വുമൻസ് ഓർഗനൈസേഷന്റെ, വിസ്ഡം ഗേൾസ് ഓർഗനൈസേഷന്റെ നമ്മുടെ നാട്ടിൽ അതിന്റെ പ്രവർത്തകന്മാരുണ്ട്. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്ക്. നിങ്ങളുടെ പെൺകുട്ടികളെ, നിങ്ങളുടെ ആൺകുട്ടികളെ, അതേ സ്ത്രീകളുടെ വകുപ്പുണ്ട്, അവരെ ഏൽപ്പിച്ചു കൊടുക്കാൻ. വിദ്യാർത്ഥി സമൂഹത്തെ ഇതിന്റെ സ്റ്റുഡൻസ് വിഭാഗത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്ക്. നിങ്ങൾക്ക് കൃത്യമായ മക്കൾക്ക് ദിശ കാണിക്കാൻ കഴിയുമെന്ന ഉറപ്പ് നമുക്കുണ്ട്. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ ഖുർആനിനെയാണ്, ഈ സുന്നത്തിനെയാണ്. ആ വഴിയിലൂടെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുമെന്ന വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് വാഹനങ്ങളൊക്കെ പുറപ്പെടുമ്പോ ആ വാഹനത്തിൽ അന്നത്തെ ദിവസം എന്റെ മകൻ, എന്റെ മകൾ അതിലുണ്ടാകുമെന്നൊരു ഉറപ്പ് നമ്മൾ ഇപ്പൊ തന്നെ പ്രതിജ്ഞ എടുക്കുക. ഇതിന്റെ പ്രവർത്തകരെ കണ്ട് സഹോദരങ്ങൾ ആ സമ്മേളനത്തിലേക്ക് വേണ്ടി ഒരു ഒരുക്കം നടത്തുക. ജാന കാണിക്കാനല്ല നമ്മൾ സമ്മേളനം നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല തലയെണ്ണി ഞങ്ങൾക്ക് ഇത്ര വലിയൊരു സദസ്സുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഞങ്ങളെയും നിങ്ങൾ കക്ഷി ചേർക്കണമെന്ന് പറയാനല്ല ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഈ സമൂഹത്തിനോടുള്ള ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവോട് നിങ്ങൾ ഏൽപ്പിച്ചോ. സകല സംഘടനാ പക്ഷപാതിത്വങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അതേ നിഷ്പക്ഷമായ മനസ്സോടെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തോ. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള മക്കളുടെ കാര്യത്തിലുള്ള ഉത്തരവാദിത്വമുള്ള രക്ഷിതാക്കളായി മാറുന്നവരാണ് നമ്മളെങ്കിൽ ഈ ദൗത്യത്തെ നമ്മൾ കൃത്യമായി നിർവഹിക്കുക. അള്ളാഹു കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ യുവതലമുറ ജാതിയും മതവും അതേ ഒന്നുമില്ലാതെ എല്ലാ രൂപത്തിലും സകല മതവിഭാഗത്തിൽപ്പെട്ടവരും ഒരുപോലെ തിന്മയിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുമ്പോ എല്ലാ മക്കൾക്കും അള്ളാഹു ഹിദായത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഹിദായത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ലഹരി വസ്തുക്കൾ കൊണ്ട് ഈ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തി നാടുകളിൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന ഭരണകൂടങ്ങളുണ്ട്. അതെ, രാജ്യത്തിന്റെ ഏറ്റവും വലിയ, ഏറ്റവും മുനമ്പിൽ കയറിയിരുന്ന ഭരണചക്രം കറക്കി രാജ്യത്ത് സ്വസ്ഥതയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ വിഘടിപ്പിച്ച് ഭരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ക്രൂരന്മാരായ ഭീകരന്മാരായ ഭരണാധികാരികൾ, അത്തരം ഭരണാധികാരികളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഭരണകൂടങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു മുഴുവൻ ആളുകൾക്കും ഹിദായത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കാനും തിന്മയെ തിന്മയായി മാറ്റി നിർത്താനുമുള്ള നല്ല പക്വതയും പാകതയുമുള്ള കൽബിനെ, ഹൃദയത്തെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുന്നവർ